ഓർക്കുന്നുണ്ടോ അൽഫോൻസാമ്മയുടെ കഥ അങ്കിൾ ഫ്രാൻസിസ് പറഞ്ഞു തന്നത്? അതെ ജിം, ഞാൻ ഓർക്കുന്നു. എനിക്കൊരു സംശയം. എന്താണ് ജിം? അൽഫോൻസാമ്മയെ പോലെ വേറെ ഏതെങ്കിലും വിശുദ്ധ കേരളത്തിൽ നിന്നുണ്ടോ? ഉണ്ട് ജിം. കേട്ടിട്ടില്ലേ കേരളത്തിൽ നിന്നുള്ള വിശുദ്ധ എവുപ്രാസിയെ കുറിച്ച്? വിശുദ്ധ എവുപ്രാസിയോ? അങ്ങനെ ഒരു വിശുദ്ധയെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. നീ എവുപ്രാസി അമ്മയെ പറ്റി കേട്ടില്ലെന്നോ? ഇല്ല ജോവാൻ, ഞാൻ കേട്ടിട്ടില്ല. അൽഫോൻസാമ്മയെ പോലെ തന്നെ ഈശോയോട് ഏറ്റവും അടുത്ത വ്യക്തിയായിരുന്ന എവുപ്രാസി അമ്മയുടെ കഥ നാം അറിയേണ്ടതാണ്. നമുക്ക് നാളെ അങ്കിൾ ഫ്രാൻസിസ് വരുമ്പോൾ എവുപ്രാസി അമ്മയുടെ കഥ പറയാൻ ആവശ്യപ്പെടാം. അത് കൊള്ളാം ജോവാൻ. ഇനി നമുക്ക് ആരാ ആദ്യം വീട്ടിലെത്തുന്നതെന്ന് നോക്കാം. അങ്കിൾ ഫ്രാൻസിസ് ഇതുവരെ വന്നില്ലല്ലോ. സമാധാനിക്കൂ ജിം, അങ്കിൾ ഇപ്പോൾ തന്നെ വരും. ഹായ്, അങ്കിൾ വന്നു. വരൂ അങ്കിൾ ഫ്രാൻസിസ്. ഹലോ ജിം. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്. ഇന്ന് നിങ്ങൾ വളരെ ആകാംക്ഷയിലാണല്ലോ, എന്ത് പറ്റി? അങ്ങനെയൊന്നുമില്ല അങ്കിൾ. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ് ജോവാൻ. ജിം ഇന്ന് മുഴുവനും എവുപ്രാസി അമ്മയെ കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വിശുദ്ധയെ കുറിച്ച് ഇന്ന് അങ്കിൾ പറഞ്ഞു തരാമോ? അത് കൊള്ളാമല്ലോ. തീർച്ചയായും ആ വിശുദ്ധയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അതിനു മുൻപ് ചോദിക്കട്ടെ, നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് തീർത്തോ? നല്ല കുട്ടികളാണ് നിങ്ങൾ. ഇനി നമുക്ക് എവുപ്രാസി അമ്മയുടെ കഥ പറയാൻ തുടങ്ങാം. എന്താ, കഥ കേൾക്കാൻ റെഡിയല്ലേ നിങ്ങൾ? 1877 ഒക്ടോബർ 17-ാം തീയതി കേരളത്തിലെ കാട്ടൂർ എന്ന ഗ്രാമത്തിലാണ് എവുപ്രാസി അമ്മ ജനിച്ചത്. എലവുത്തിങ്കൽ ചെറുപ്പക്കാരൻ അന്തോണിയുടെയും കുഞ്ഞേലിയുടെയും മകളായി അവൾ ജനിച്ചു. ജനിച്ച് 8-ാം നാൾ അവളെ മാമോദിസ മുക്കുകയും റോസ എന്ന് പേരിടുകയും ചെയ്തു. റോസ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന അനിയത്തിയുടെ പേര് കൊച്ചുത്രേസ്യ എന്നായിരുന്നു. കൊച്ചുത്രേസ്യ, പതുക്കെ. അയ്യോ ദൈവമേ, അമ്മേ, ചേച്ചി. മോളെ, നിനക്കെന്തെങ്കിലും പറ്റിയോ? കാണിക്കേ, കൈ കാണിച്ചേ. ഓ, ഇതൊരു ചെറിയ മുറിവല്ലേ, സാരമില്ല കേട്ടോ. എനിക്ക് വേദനിക്കുന്നു ചേച്ചി. വിഷമിക്കണ്ട, ഞാൻ മരുന്ന് വെച്ച് തരാം. ഇത്ര വേഗത്തിൽ ഓടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്തു പറ്റി? കൊച്ചുത്രേസി എന്തിനാ കരഞ്ഞേ? ഒന്നുമില്ല അമ്മേ, കൊച്ചുത്രേസിക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, അല്ലേ മോളെ? അതെ അമ്മേ, ഞാൻ വീണിട്ട് കൈ മുറിഞ്ഞപ്പോൾ നോക്ക്, ചേച്ചി എനിക്ക് കയ്യിൽ മരുന്ന് വെച്ച് തന്നു. നന്നായി റോസ. അകത്തേക്ക് വരൂ, സന്ധ്യയായി. ഇല്ല അമ്മേ, ഞങ്ങൾക്ക് കുറച്ചും കൂടെ കളിക്കണം, കുറച്ചും കൂടി. ഞാൻ പറയുന്നതനുസരിക്ക്, ഇനി കളിക്കണ്ട. നമുക്കിനി നാളെ കളിക്കാം മോളെ, വാ ഇപ്പൊ പോകാം. റോസയുടെ അമ്മ അവൾക്ക് ദൈവം നൽകിയ വരദാനമായിരുന്നു. വളരെ ദൈവവിശ്വാസത്തിലും പ്രാർത്ഥനാ നിറവിലും വളർന്നു വരുവാൻ അമ്മ അവൾക്കൊരു മാതൃകയായിരുന്നു. പരിശുദ്ധ അമ്മയോടുള്ള ആത്മബന്ധം അവൾക്ക് അമ്മയിൽ നിന്നും ലഭിച്ചു. ഇളം മനസ്സിൽ തന്നെ അവൾ തീരുമാനിച്ചു അവൾക്കൊരു പുണ്യവതിയാവണം, അറിയപ്പെടാത്ത പുണ്യവതി. പെൺകുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ചയക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്ന്. റോസയുടെ അപ്പൻ അന്തോണി അവളെ ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. കുഞ്ഞേനി, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താണ്? റോസ, മോളൊന്നിങ്ങി വന്നേ. ഞാൻ നിന്നെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മോളും കൂടി ഇതൊന്ന് കേൾക്കണം. ശരിയപ്പാ. പട്ടണത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നും മോൾക്ക് ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്. അതേ മോളെ, അവർ നിന്നെ കണ്ടിരുന്നു, അവർക്ക് നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ അപ്പാ, ഞാൻ ഇത്ര നല്ല ആലോചന നിന്റെ ഭാഗ്യമാണ്. മാത്രമല്ല, നിന്റെ കൂട്ടുകാരുടെ എല്ലാം വിവാഹം കഴിഞ്ഞിരിക്കുന്നു, നീ അത് മനസ്സിലാക്ക്. ഇനി താമസിക്കാൻ പറ്റില്ല, ഇത്രയും നല്ലൊരു ആലോചന നിനക്ക് വരാനും പോകുന്നില്ല. റോസ, അപ്പൻ പറയുന്നത് കേൾക്കൂ, നിന്റെ നല്ലതിനല്ലേ. പക്ഷേ അമ്മേ, എനിക്ക് കന്യാസ്ത്രീ ആവണം. മഠത്തിൽ പോകാനോ? നീ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? അതെ അമ്മേ, വളരെ കാലമുള്ള എൻ്റെ ആഗ്രഹമാണിത്.
ഒരു കന്യാസ്ത്രീയായി ജീവിച്ച് ജീവിതകാലം മുഴുവനും എനിക്ക് ഈശോയെ സ്നേഹിക്കണം. ഇതൊരിക്കലും നടക്കില്ല റോസ. ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മാത്രം മതി. ഒരിക്കലും റോസയെ ഒരു കന്യാസ്ത്രീയാവാൻ അനുവദിക്കുകയില്ല എന്ന് അന്തോനി തീരുമാനമെടുത്തു. വളരെയേറെ നിർബന്ധങ്ങൾക്കൊടുവിൽ റോസയ്ക്ക് പകരം കൊച്ചുത്രേസ്യയെ വേണമെങ്കിൽ മഠത്തിൽ പോകാൻ അനുവാദം നൽകി. പക്ഷേ അവൾ തന്റെ ആത്മസാക്ഷാത്കാരത്തിനായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നായിരുന്നു അനിയത്തി കൊച്ചുത്രേസ്യയുടെ ആകസ്മിക മരണം. താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന കുഞ്ഞനീത്തിയുടെ മരണം റോസയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. റോസയെ സന്യാസത്തിനായി വിടാത്തതിലുള്ള ദൈവശിക്ഷയായി അന്തോനി ഇളയ മകളുടെ മരണത്തെ ഭയന്നു. അദ്ദേഹം റോസയ്ക്ക് അനുമതി നൽകി. റോസ മോളെ. അപ്പാ, കരയാതെ എൻ്റെ മോളെ. അപ്പൻ പറയട്ടെ, നിന്റെ ആഗ്രഹം പോലെ നിന്നെ മഠത്തിൽ വിടാൻ അപ്പൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെയും നിന്റെയും ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ അങ്ങ് നടക്കട്ടെ. 1888 ഒക്ടോബർ 24 റോസയുടെ അപ്പൻ അവളെ കൂനമ്മാവ് കർമ്മലീത്ത മഠത്തിൽ കൊണ്ടുചെന്നാക്കി. അവിടെ അവൾ വളരെ സന്തോഷവതിയായിരുന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അവൾക്ക് സാധിച്ചു. പഠനം കൂടാതെ തന്നെ അവൾ ചിത്രരചന, കരകൗശലവേല എന്നിവയിലും പ്രാവീണ്യം നേടി. റോസയ്ക്ക് തയ്യലിലുള്ള പ്രത്യേക കഴിവ് എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ഇത് വളരെ നന്നായിരിക്കുന്നു. നീ നല്ല കഴിവുള്ളവളാണ്. റോസയുടെ ജീവിതം വളരെ പരീക്ഷണം നിറഞ്ഞതായിരുന്നു. അവൾ എപ്പോഴും രോഗബാധിതയാവുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തിരുന്നു. അവിടെ തുടരാനുള്ള ആരോഗ്യം റോസയ്ക്കില്ലെന്ന് മനസ്സിലാക്കിയ അധികാരികൾ അവളെ വീട്ടിലേക്ക് തിരിച്ചയക്കുവാൻ തീരുമാനിച്ചു. അമ്മേ, ഞാൻ നിന്റെ കുഞ്ഞല്ലേ. ദയവായി എന്നെ ഒരു കന്യാസ്ത്രീ ആവാൻ അനുവദിക്കൂ. ഞാനത് വളരെ ആഗ്രഹിക്കുന്നു. 1889 റോസയ്ക്ക് റൂമറ്റിസം എന്ന ഗുരുതര രോഗം പിടിപെടുകയും അവൾ മരണത്തിന്റെ വാതിൽക്കൽ എത്തിപ്പെടുകയും ചെയ്തു. എന്നോട് ക്ഷമിക്ക്. റോസയെ രക്ഷിക്കാൻ ഞാൻ ഒരു മാർഗവും കാണുന്നില്ല. ഇവളേത് നിമിഷവും മരിക്കാം. ഞാൻ പറയുന്നത് അവൾക്ക് അന്ത്യകൂദാശ നൽകാമെന്നാണ്. ദയവായി എന്റെ കൂട്ടുകാരെ ഒന്ന് രക്ഷിക്കൂ. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെ. നമ്മെ കൊണ്ട് സാധിക്കുന്നതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി റോസയ്ക്ക് അന്ത്യകൂദാശ കൊടുക്കാനുള്ള നടപടി തുടങ്ങാം. പെട്ടെന്ന് റോസയ്ക്ക് ഒരു ദർശനമുണ്ടായി. അവളുടെ മുൻപിൽ ഈശോയെയും വഹിച്ചുകൊണ്ട് മാതാവും യൗസേപ്പിതാവും നിൽക്കുന്നതായി അവൾ കണ്ടു. വളരെ കാലം അവൾ ഒരു കന്യാസ്ത്രീയായി ജീവിക്കുമെന്നും പ്രായമായതിനു ശേഷമേ അവൾ മരിക്കൂ എന്നും അവർ റോസയോട് പറഞ്ഞു. നന്ദി ദൈവമേ, അങ്ങേക്ക് വളരെ നന്ദി. റോസ, എന്താണ് സംഭവിക്കുന്നത്? നിനക്ക് സുഖമായോ? അതേ കൂട്ടുകാരി, എനിക്ക് സുഖമായി. എല്ലാവരും നോക്കൂ, റോസയുടെ അസുഖം മാറി. ദൈവം അവളെ രക്ഷിച്ചു. ആ റോസ, എന്റെ കുട്ടി, നിനക്ക് സുഖമായോ? തീർച്ചയായും മദർ, ഞാൻ പൂർണ്ണമായും സുഖപ്പെട്ടു. എന്നെ നോക്കൂ. ദൈവത്തിന് സ്തുതി. ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. പക്ഷേ അത്ഭുതമായിരിക്കുന്നു. ആ സംഭവം ഒരു അത്ഭുതം തന്നെയായിരുന്നു. റോസ വളരെ കാലം അവിടെ താമസിക്കുകയും പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. 1897 ബിഷപ്പ് മാർ ജോൺ മേനാച്ചേരി ഒല്ലൂർ അമ്പഴക്കാട് എന്ന സ്ഥലത്ത് ഒരു കർമ്മലീത്ത മഠം സ്ഥാപിച്ചു. റോസയും കൂനമ്മാവിൽ അവളോടൊപ്പമുണ്ടായിരുന്ന 5 പേരും അവിടേക്ക് വന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ നാമത്തിൽ റോസ വ്രതവാഗ്ദാനം നടത്തുകയും എവുപ്രാസ്യ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ റോസയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. എവുപ്രാസ്യ തന്നെ ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചു. സിസ്റ്റർ എവുപ്രാസ്യയുടെ മാതാവിനോടുള്ള വളരെ വലിയ ഭക്തിയിലും അകമഴിഞ്ഞ ആത്മവിശുദ്ധിയിലും ഈശോയിൽ പൂർണ്ണമായി സമർപ്പിച്ച അവളുടെ ജീവിതത്തിലും പ്രത്യേകമായ കഴിവുകളിലും മേലധികാരികൾ ആകൃഷ്ടരായി. അവൾ രോഗബാധിതരായ സന്യസ്തരുടെ ശുശ്രൂഷ ചോദിച്ചു വാങ്ങുകയും വളരെ അർപ്പണ മനോഭാവത്തോടെ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു. വേണ്ട, മതിയായി സിസ്റ്റർ. സിസ്റ്റർ, കുറച്ചുകൂടി കുടിക്കൂ. ശരി,
സിസ്റ്റർ പറഞ്ഞതുകൊണ്ട് കുടിക്കാം. നന്ദി സിസ്റ്റർ, വിഷമിക്കേണ്ട. ഞാൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം വേഗം സുഖപ്പെടുത്തും. സിസ്റ്റർ എവുപ്രാസിയുടെ പ്രാർത്ഥനാനുഭവങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ ബിഷപ്പ് ജോൺ മേനാച്ചേരി സിസ്റ്ററിനെ കാണുവാനും ആത്മപിതാവാകുവാനും ആഗ്രഹിച്ചു. ഒരു ദിവസം അദ്ദേഹം സിസ്റ്ററിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അങ്ങയുടെ ഉപദേശം ഞാൻ സ്വീകരിക്കുന്നു. സിസ്റ്ററിന്റെ ആത്മീയ പിതാവാകുന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. സിസ്റ്ററിന്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് എന്നെ എഴുതി അറിയിക്കുന്നതിൽ സിസ്റ്ററിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ ചെയ്യില്ലേ? തീർച്ചയായും ഞാൻ ചെയ്യാം. നന്ദി പിതാവേ. ആ ദിവസം മുതൽ സിസ്റ്റർ എവുപ്രാസ്യ ബിഷപ്പിന് കത്തുകൾ എഴുതുന്നത് പതിവാക്കി. 80ഓളം കത്തുകൾ സിസ്റ്റർ പിതാവിന് എഴുതിയിട്ടുണ്ട്. 1904 എവുപ്രാസ്യമ്മയുടെ ആത്മീയ ചൈതന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ മേലധികാരികൾ അവളെ നവസന്യാസിനികളുടെ മേലധികാരിയായും ഒല്ലൂർ മഠത്തിന്റെ മഠാധിപതിയായും നിയമിച്ചു. എങ്ങനെ ഒരു കന്യാസ്ത്രീ അച്ചടക്കത്തോടെയും അർപ്പണ മനോഭാവത്തിലും ജീവിക്കണമെന്ന് എവുപ്രാസ്യമ്മ സന്യാസിനികളെ പഠിപ്പിച്ചു. മദർ, ഇത് അവളുടെ തെറ്റാണ്. ഇല്ല സിസ്റ്റർ, ഇത് ഇവളുടെ കുഴപ്പമാണ്. ഇവളാണ് ഈ പ്രശ്നം തുടങ്ങി വെച്ചത്. ദയവായി നിർത്തൂ. നിങ്ങൾക്കറിയില്ലേ ഇത് വിശുദ്ധമായ സ്ഥലമാണെന്ന്? നാം മറ്റുള്ളവർക്ക് നന്മ വിതറേണ്ടവരാണ്. നമ്മൾ തമ്മിൽ സ്നേഹമില്ലെങ്കിൽ എങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും? നിങ്ങൾ എപ്പോഴും ക്ഷമിക്കാൻ പഠിക്കണം കുട്ടികളെ. ചെയ്യില്ലേ? എന്നോട് ക്ഷമിക്കും മദർ. മദർ, ശരിക്കും ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല. ശരി, പക്ഷേ ഞാനിത് അംഗീകരിക്കണമെങ്കിൽ ഒരാൾ മറ്റേയാളുടെ കാലിൽ ചുംബിച്ച് പരസ്പരം മാപ്പ് ചോദിക്കണം. അവർ തമ്മിൽ എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും ഉറങ്ങുന്നതിന് മുൻപ് അത് പരിഹരിച്ചിരിക്കണമെന്ന് എവുപ്രാസ്യമ്മ നിർബന്ധം പിടിച്ചിരുന്നു. ഒരാൾ മറ്റേയാളോട് തെറ്റ് ചെയ്താൽ അവരുടെ പാദത്തിൽ ചുംബിച്ച് മാപ്പ് യാചിക്കണമെന്ന് അമ്മ നിർദ്ദേശിച്ചു. അങ്ങനെ അവരുടെ ഇടയിൽ സൗഹൃദവും സ്നേഹവും എളിമയും ശക്തമാക്കാൻ എവുപ്രാസ്യമ്മയ്ക്ക് സാധിച്ചു. വളരെയേറെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും എവുപ്രാസ്യമ്മ തൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു. താൻ കഴിക്കാതെയും അവർക്ക് നല്ല ഭക്ഷണം നൽകാൻ ശ്രമിച്ചിരുന്നു. ഒരിക്കൽ നല്ല ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ദിവസം കഴിക്കാൻ ഭക്ഷണമില്ല എന്നറിയാതെ നവസന്യാസിനികൾ ഭക്ഷണത്തിനായി ഊണുമുറിയിലെത്തി. ഭക്ഷണം ഒന്നുമില്ലേ മദർ? വിഷമിക്കേണ്ട, നമുക്കുള്ള ഭക്ഷണം ഇപ്പോൾ എത്തും. നിങ്ങൾ ആദ്യം പള്ളിയിൽ പോയിരുന്ന് ദൈവത്തിന് നന്ദി പറയും. ശരി മദർ. ഭക്ഷണമില്ല എന്ന് എങ്ങനെ അവരോട് പറയുമെന്നോർത്ത് മദർ വിഷമിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. ആരാണത്? മദർ വാതിൽ തുറന്നപ്പോൾ അക്കരെ അഗസ്തി എന്ന ധനവാനായ ഒരു മനുഷ്യൻ പുറത്തു നിൽക്കുന്നതായി കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ പഴവർഗ്ഗങ്ങളും ഒരു ബാസ്ക്കറ്റ് നിറയെ ബ്രെഡും ഉണ്ടായിരുന്നു. നമസ്കാരം മദർ. നമസ്കാരം. ഇതൊക്കെ എന്താണ്? കുറച്ച് പഴങ്ങളും ബ്രെഡുമാണ് മദർ. എന്താണെന്ന് അറിയില്ല, ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആരോ പറയുന്നത് പോലെ തോന്നി. മദർ ദയവായി ഇത് സ്വീകരിക്കണം. വളരെ നന്ദിയുണ്ട് സഹോദര. പ്രാർത്ഥന കഴിഞ്ഞ് കന്യാസ്ത്രീകൾ മടങ്ങിയെത്തിയപ്പോൾ അവർക്കെല്ലാവർക്കും കഴിക്കാനും മാത്രമുള്ള ഭക്ഷണം മേശപ്പുറത്തുണ്ടായിരുന്നു. എവുപ്രാസ്യമ്മ നടന്ന സംഭവം മുഴുവനും അവരോട് വിവരിച്ചു. ദൈവം തങ്ങളെ എത്ര നന്നായി പരിപാലിക്കുന്നു എന്നോർത്ത് വളരെ സന്തോഷിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. 1916 എവുപ്രാസ്യമ്മ അസിസ്റ്റന്റ് മദർ സുപ്പീരിയറായി മണലൂർ മഠത്തിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടു. പക്ഷേ പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം മൂലം അമ്മ രോഗബാധിതയാവുകയും 6 മാസത്തിനു ശേഷം ഒല്ലൂർ മഠത്തിലേക്ക് തന്നെ തിരിച്ചു പോരുകയും ചെയ്തു. തുടർച്ചയായ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം എവുപ്രാസ്യമ്മയെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും അധികാരികൾ ഒഴിവാക്കി. പിന്നീട് അമ്മ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചു. പ്രാർത്ഥനയോടുള്ള അമ്മയുടെ അത്യധികമായ സ്നേഹം ദിനം പ്രതി കൂടിക്കൂടി വന്നു. എപ്പോഴും ഒരു ക്രൂശിത രൂപം അമ്മയുടെ കയ്യിൽ കാണപ്പെടുകയും മണിക്കൂറുകളോളം അതിൽ നോക്കി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും ചെയ്തിരുന്നു. കരിങ്കല്ലിൽ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് ദീർഘനേരം അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. കുട്ടികൾ പതിവായി എവുപ്രാസ്യമ്മയുടെ അടുക്കൽ എത്തിയിരുന്നു. പ്രത്യേകിച്ചും പരീക്ഷാ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു.
ഹായ് മദർ. ആഹാ, ഇതാരൊക്കെയാണ്? എന്തൊക്കെയുണ്ട് ലൂസി വിശേഷം? സുഖമാണ് മദർ. മദറിന്റെ പനിയൊക്കെ മാറിയോ? സുഖമായി ആന്റണി. പിന്നെ നിങ്ങളുടെ പരീക്ഷയൊക്കെ അടുത്തു വരുമല്ലേ? എല്ലാവരും നന്നായി പഠിക്കണം. ഞങ്ങൾക്ക് കണക്ക് മാത്രമാണ് മദർ പ്രയാസം. ബാക്കി വിഷയങ്ങൾ കുഴപ്പമില്ല. വിഷമിക്കേണ്ട ലൂസി, നിനക്ക് നന്നായി പരീക്ഷ എഴുതാൻ സാധിക്കും. ഞങ്ങൾ പരീക്ഷയിൽ ജയിക്കുമോ മദർ? നീ തീർച്ചയായും ജയിക്കും മകനെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങൾ മദർ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല കാര്യം. നിങ്ങളുടെ ക്ലാസ് തുടങ്ങാൻ നേരമായില്ലേ? എല്ലാവരും ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്നാ ഞങ്ങൾ പോകട്ടെ മദർ. ശരി മക്കളെ. മറ്റൊരവസരത്തിൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുറച്ചു കുട്ടികൾ അമ്മയുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ പരീക്ഷയിൽ ജയിക്കുമോ മദർ? തീർച്ചയായും മക്കളെ. എന്നാണ് പരീക്ഷ തുടങ്ങുന്നത്? അടുത്ത ആഴ്ചയാണ് മദർ. നിങ്ങളുടെ ക്ലാസ്സിലെ 40 കുട്ടികളും പരീക്ഷ എഴുതുന്നില്ലേ? അതെ മദർ. നന്നായി മക്കളെ. നീ എന്താ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ ക്ലാസ്സിൽ 50 കുട്ടികളില്ലേ? ഓ, അതൊന്നും കാര്യാക്കണ്ട. നമ്മുടെ ക്ലാസ്സിലെ 10 പേര് പോലും ജയിക്കില്ല. പക്ഷെ എന്നാലും നമുക്ക് സത്യം പറയാമായിരുന്നു. പക്ഷേ പരീക്ഷാഫലം വന്നപ്പോൾ അമ്മ പറഞ്ഞ 40 കുട്ടികൾ ജയിച്ചു. അമ്മയോട് 50 കുട്ടികളുടെ കാര്യം ആവശ്യപ്പെടാതിരുന്നതിൽ അവർ വളരെ പശ്ചാത്തപിച്ചു. എവുപ്രാസി അമ്മ പ്രാർത്ഥനയിൽ തന്നെ സമർപ്പിച്ചു. ജപമാല സമർപ്പണത്തിലൂടെ മാതാവിനോടുള്ള തന്റെ ആഴമായ സ്നേഹം അവൾ പ്രകടിപ്പിച്ചു. അമ്മ സ്ഥിരമായി 153 മണി ജപം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഒരു ദിവസം എവുപ്രാസി അമ്മ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ ഗ്യാസ്പർ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. മദർ, എന്നെ സഹായിക്കൂ. മദർ, എന്നെ ഒന്ന് സഹായിക്കൂ. എനിക്ക് ഈ മഠത്തിൽ നിന്ന് പോകണ്ട. എന്തു പറ്റി മകളെ? നീ എന്തിനാ കരയുന്നത്? മദർ, എനിക്ക് അസുഖമായതുകൊണ്ട് എന്നോട് ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഡോക്ടർമാർ എൻ്റെ അസുഖം ഒരിക്കലും ഭേദമാകില്ലെന്ന് പറഞ്ഞു. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അപ്പനെ അവർ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഈ കോൺവെന്റിൽ നിന്ന് പോകാൻ എനിക്കിഷ്ടമില്ല മദർ. പേടിക്കേണ്ട മകളെ, വാ, നീ ഇവിടെ ഇരിക്കേ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല മദർ. അതുകൊണ്ടാണ് മദറിന്റെ അടുത്തേക്ക് ഞാൻ ഓടി വന്നത്. മദർ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഞാൻ പറയുന്നത് ചെയ്യൂ. നീ മദർ സുപ്പീരിയറിന്റെ കാൽക്കൽ വീണ് ഒരു 9 ദിവസം കൂടി ഇവിടെ നിർത്തണമെന്ന് അപേക്ഷിക്കൂ. 9 ദിവസം കൊണ്ട് രോഗം ഭേദമായില്ലെങ്കിൽ സ്വമനസാലെ ഇവിടെ നിന്ന് പോയിക്കൊള്ളാമെന്ന് പറയൂ. ഞാൻ അങ്ങനെ ചെയ്യാം മദർ. പക്ഷേ 9 ദിവസം കൊണ്ട് എൻ്റെ അസുഖം മാറിയില്ലെങ്കിൽ എന്തു ചെയ്യും? സമാധാനിക്കൂ കുട്ടി. ആദ്യം അവരുടെ അനുവാദം വാങ്ങൂ. അതിനുശേഷം എന്തു ചെയ്യണമെന്ന് ഞാൻ പറയാം. എവുപ്രാസി അമ്മ പറഞ്ഞതുപോലെ സിസ്റ്റർ ഗ്യാസ്പർ മദർ സുപ്പീരിയറിനെ ചെന്ന് കണ്ടപേക്ഷിച്ചു. അവർ ഒരവസരം കൂടി അവൾക്ക് നൽകുവാൻ തീരുമാനിച്ചു. 9 ദിവസം കൂടി മഠത്തിൽ കഴിയുവാനുള്ള അനുവാദം നൽകി. സിസ്റ്റർ ഗ്യാസ്പർ എവുപ്രാസി അമ്മയുടെ അരികിൽ തിരിച്ചെത്തി. മദർ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. അവരെനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. നന്നായി മകളെ. ഇനി ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. നീ ഒരു ദിവസം 9 കൊന്ത വീതം 9 ദിവസം ചൊല്ലണം. അതിലൊന്ന് ഞാൻ നിന്റെ കൂടെ പള്ളിയിൽ വന്ന് ചൊല്ലും. പരിശുദ്ധ അമ്മയോട് നീ മുട്ടിപ്പായി കരഞ്ഞു പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിന്റെ രോഗം ഭേദമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സിസ്റ്റർ ഗ്യാസ്പറിന്റെ അന്നനാളം ഓരോ ദിവസം കഴിയും തോറും ശോഷിച്ചു വരുന്നതിനാൽ അവൾക്ക് ഭക്ഷണം കഴിക്കുവാനും കുടിക്കുവാനും സാധിക്കില്ലെന്നും ഈ രോഗം ഭേദമാകാൻ ബുദ്ധിമുട്ടാണെന്നും വൈദ്യന്മാർ വിധിയെഴുതിയിരുന്നു. പക്ഷേ എവുപ്രാസി അമ്മയുടെ നിർദ്ദേശപ്രകാരം വളരെ തീഷ്ണതയോടെ അവൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അമ്മയും അവളുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. 4-ാമത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവൾക്ക് കഞ്ഞിവെള്ളം കുടിക്കുവാൻ സാധിച്ചു. കുറച്ച് ഭേദമുണ്ട്. പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണ് സിസ്റ്റർ. അധികം പ്രതീക്ഷ വേണ്ട. പക്ഷേ സിസ്റ്റർ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 9-ാം ദിവസം അവളെ തിരികെ കൊണ്ടുപോകാൻ വന്ന മാതാപിതാക്കൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഒരു ബുദ്ധിമുട്ടും കൂടാതെ മകൾ എല്ലാ ഭക്ഷണവും കഴിക്കുന്നതായാണ് അവർ കണ്ടത്. അവളെ ചികിത്സിച്ച വൈദ്യന്മാർക്ക് ഇത് വിശ്വസിക്കാനേ സാധിച്ചില്ല. അത്ഭുതമായിരിക്കുന്നു.
തീർച്ചയായും അത്ഭുതം തന്നെ. മരിച്ച ആത്മാക്കൾ പോലും എവുപ്രാസി അമ്മയുടെ അരികിൽ പ്രാർത്ഥനാ സഹായത്തിനായി എത്തിയിരുന്നു. ഒരു ദിവസം രാത്രിയിൽ മറ്റൊരു സിസ്റ്ററിനൊപ്പം അമ്മ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. ഹോ, ഇതാരാണ് ഈ സമയത്ത് വാതിൽ മുട്ടുന്നത്? എനിക്കറിയാം ആരാണെന്ന്. സിസ്റ്റർ അവിടെ കിടന്നോളൂ. മദർ, എന്നെ അറിയുമോ? സിസ്റ്റർ ബിയാട്രിസ് അല്ലേ? എനിക്ക് സിസ്റ്ററിനെ അറിയാം. മദർ, ഞാൻ അങ്ങയുടെ സഹായത്തിനായി വന്നതാണ്. മദർ, ഞാൻ കുറച്ചു മുമ്പ് മരിച്ചു. പക്ഷേ ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ്. എന്റെ ദൈവമേ, പ്രേതം പ്രേതം, എന്റെ ദൈവമേ! ആ ആ സിസ്റ്റർ പേടിക്കണ്ട, ഞാൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചോളാം. നന്ദി മദർ, വളരെ നന്ദിയുണ്ട്. ഞാനിപ്പോൾ പോകട്ടെ. ഒരിക്കൽ പാലയ്ക്കൽ കൊച്ചുമറിയം അവളുടെ വിട്ടുമാറാത്ത തലവേദന മാറാൻ പ്രാർത്ഥിക്കാനായി എവുപ്രാസി അമ്മയുടെ അടുത്തെത്തി. മദർ, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ഒത്തിരി വൈദ്യന്മാരെ കണ്ടു, പക്ഷെ എൻ്റെ തലവേദനയ്ക്ക് ഒട്ടും കുറവില്ല. മദർ, എന്നെ സഹായിക്കൂ മദർ. എൻ്റെ കൂടെ വരൂ മകളെ. എവുപ്രാസി അമ്മ കൊച്ചുമറിയത്തെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ഒരു തൈലം അവളുടെ നെറ്റിയിൽ പുരട്ടി തടവുകയും ചെയ്തു. പുരട്ടിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ഒരിക്കലും കൊച്ചുമറിയത്തെ ആ രോഗം ശല്യപ്പെടുത്തിയില്ല. അവൾ പൂർണ്ണമായും സുഖപ്പെട്ടു. പ്രായാധിക്യത്താൽ എവുപ്രാസി അമ്മ വളരെ ക്ഷീണിതയായിരുന്നു. അമ്മയ്ക്ക് 75 വയസ്സോളം പ്രായമായിരുന്നു. ഒരു ദിവസം ലൂയിസ് അച്ഛനെ കണ്ടു മടങ്ങി വരുന്ന വഴിയിൽ അമ്മ പെട്ടെന്ന് തളർന്നു വീണു. മദർ, എവുപ്രാസി അമ്മയ്ക്ക് സുഖമില്ലെന്ന വാർത്ത പരന്നു. ദൂരെ നിന്നു പോലും ധാരാളം ആളുകൾ അമ്മയെ കാണുവാനായി എത്തി. സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അമ്മ എല്ലാവരെയും പുഞ്ചിരിയോടെ സ്വീകരിച്ചു. ഓഗസ്റ്റ് 29-ാം തീയതി അമ്മയുടെ രോഗം മൂർച്ഛിക്കുകയും ജോസഫ് ചിറ്റിലപ്പള്ളി അച്ഛൻ അമ്മയ്ക്ക് അന്ത്യകൂദാശ നൽകുകയും ചെയ്തു. എല്ലാവരും അമ്മയുടെ കിടക്കക്കരികിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തന്റെ 75-ാം വയസ്സിൽ ആ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ രാത്രി 8:40 അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതേസമയം ചെർലായം മഠത്തിലെ മണി തന്നെ മുഴങ്ങി. ഓ, എത്ര മനോഹരമായ കഥയാണെങ്കിൽ. അതെയോ? പിറ്റേ ദിവസം അമ്മയുടെ ശവസംസ്കാരം നടത്തി. സിസ്റ്റർ എവുപ്രാസി അമ്മ ഈ ലോകത്തിന് ഏറ്റവും നല്ല മാതൃകയായിരുന്നു. അവൾ ഒരിക്കലും അധികാരത്തിനെയോ പണത്തിനെയോ സ്നേഹിച്ചിരുന്നില്ല. തന്നെ മുഴുവനായും ദൈവത്തിന് സമർപ്പിക്കുകയും ദൈവസ്നേഹം അനുഭവിക്കുകയും അത് തന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും പകർന്നു നൽകുകയും ചെയ്തു. വിശുദ്ധ എവുപ്രാസിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. നല്ല പ്രവൃത്തികൾ ചെയ്ത് വിശുദ്ധിയിലും സ്നേഹത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി. നമുക്ക് നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ. ഗുഡ് ബൈ അങ്കിൾ.